ഞങ്ങളുടെ കാശ്മീർ യാത്ര എപ്പിസോഡ് ഈ റോയൽ എൻഫീൽഡിൽ നിന്ന് ആരംഭിക്കുകയാണ് കേട്ടോ. നേരത്തെ 2 ദിവസം മുന്നേ തന്നെ വണ്ടിയെല്ലാം കൊടുത്ത് സർവീസ് ചെയ്ത് സുന്ദരക്കുട്ടപ്പനായിട്ട് ഇറക്കിയിട്ടുണ്ട്. ടയർ നേരത്തെ പുറത്തു കൊടുത്ത് മാറ്റി ഹിമാലയൻ ടയറൊക്കെ ഇട്ടിരുന്നു. സൈഡ് ബോക്സ് ലഗേജ് കരിയറൊക്കെ വെച്ച് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്. സുന്ദരക്കുട്ടനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സർവീസ് ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. തലേ ദിവസം തന്നെ ഞങ്ങൾക്ക് യാത്ര പുറപ്പെടണം. 1-ാം തീയതിയാണ് അവിടെ നിന്ന് കാലടിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത്. ഞങ്ങൾക്ക് എറണാകുളത്ത് എത്തണമെങ്കിൽ തലേ ദിവസമേ പോകണം. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഭാഗ്യം ദൈവാധീനം കൊണ്ട് ഞങ്ങൾക്ക് പുറപ്പെടാൻ നേരത്ത് മഴയൊന്നും ഉണ്ടായില്ല. സൈഡ് ബോക്സിൽ ഞങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ, എടുക്കേണ്ട സാധനങ്ങളൊക്കെ സൈഡ് ബോക്സിൽ വെച്ചു. ബാക്കി 2 ബാഗിലായിട്ടാണ് ഞങ്ങൾ ലഗേജ് എടുത്തത്. മോന് മാത്രം എക്സ്ട്രാ ഡ്രസ്സ് എടുത്തു. നമുക്ക് 3 ഡ്രസ്സ് വീതമാണ് ഞങ്ങൾ എടുത്തത്. എക്സ്ട്രാ 2 ടീഷർട്ടും കൊണ്ട് എടുത്തു. പിന്നെ അത്യാവശ്യ സാധനങ്ങളും, അല്ലെങ്കിൽ ലഗേജ് പിന്നെ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് മാക്സിമം ലഗേജ് കുറച്ചു. ഉച്ചയായപ്പോഴത്തേക്ക് ഞങ്ങൾ യാത്ര പുറപ്പെടാൻ തയ്യാറായി സെറ്റായിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഉണ്ടായിരുന്നത് ഒരു സ്മൈലി പില്ലോ ആണ് കേട്ടോ. ഈ ബാക്ക് നമ്മളിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു വിദ്യയാണ് ഈ സ്മൈലി പില്ലോ. അത് ഭയങ്കര കംഫർട്ടബിളാണ്. എന്നെ ഇവിടെ നിന്ന് കാശ്മീർ വരെ അങ്ങ് അറ്റം വരെ കൊണ്ടെത്തിച്ച് കംഫർട്ടബിളായിട്ട് കൊണ്ടെത്തിച്ചതാണ് ഈ പില്ലോ. ഞങ്ങൾ യാത്ര പുറപ്പെടാൻ റെഡിയായി. ഞങ്ങളുടെ പുറപ്പെടുകയാണ് കേട്ടോ. മോന് സെറ്റായിട്ടുണ്ട്. എല്ലാവരും സെറ്റായി ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഹൈവേ വഴിയാണ് കേട്ടോ പോയ വഴിക്ക് ഞങ്ങൾ കടുവാപ്പള്ളി കണ്ടാൽ എത്ര തവണയായാലും ഞങ്ങൾ അതുവഴി പോകുമ്പോൾ കടുവാപ്പള്ളി കണ്ടാൽ അവിടെ കാണിക്കിട്ടിട്ടേ പോകത്തുള്ളൂ. അത് മനസ്സിന് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് തരുന്നത് കേട്ടോ. ഇത്രയും വർഷമായിട്ട് അങ്ങനെ തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് നല്ല മുട്ടൻ പണിയായിരുന്നു കിട്ടിയത്. ഹൈവേക്ക് പണി നടക്കുന്നവരെ ഞങ്ങളെ വിട്ടുപോയി. ഞങ്ങൾ പോകുന്ന വഴി എല്ലാം നല്ല ട്രാഫിക്കും ബ്ലോക്കും പൊടിയുമായിട്ട് ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടി. അവസാനം കായംകുളത്ത് എത്തിയപ്പോൾ ഞങ്ങൾ റോഡ് തിരിച്ചു വിട്ടു. മാവേലിക്കര വഴി ബെംസി റോഡ് കയറിയാണ് പിന്നെ പോയത്. പിന്നെ ഈ പറഞ്ഞതുപോലെ 7 മണിക്ക് എത്തേണ്ട ഞങ്ങൾ ഏകദേശം 12:30 മണിയെങ്കിലും ആയി കാണും ഞങ്ങൾ എറണാകുളത്ത് എത്തിയപ്പോൾ.